ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ എല്ലാം കണ്ടു നോക്കിയിട്ട് നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞ് ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മളുള്ളത് പയ്യന്നൂർ മാളിലാണ്. ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആ വാമിമോളുടെ സ്വർണ്ണത്തിൻ്റെ മാല ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. അത് എവിടെയോ കൊളുത്തി വെലിഞ്ഞിട്ട് പൊട്ടിയതാണ്. മോൾ അങ്ങനെ ഡെയിലി നമ്മൾ ഗോൾഡിൻ്റെ മാല ഇട്ട് കൊടുക്കലുണ്ടായിട്ടില്ല. അപ്പോൾ ഇട്ട് കൊടുത്ത സമയത്ത് എവിടെയോ വെലിഞ്ഞിട്ട് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ആ മാലയൊന്ന് മാറ്റിയെടുക്കണം. മാത്രമല്ല മോളുടെ കാലിൽ പാദസരം ഇല്ലേ, ആ പാദസരം കുറച്ചൊന്ന് ടൈറ്റായിപ്പോയി. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയെടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ആ രണ്ട് കടയും ക്ലോസ് ആക്കിയിട്ടാണ് ഉണ്ടായത്. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ അടച്ചതായിരിക്കും. നമ്മൾ എത്തുമ്പം തന്നെ ഒരു 5:30-5:45 അതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കാത്തതുകൊണ്ട് നേരെ വന്നിട്ടുള്ളത് പയ്യന്നൂർ മാളിലാണ്. ഇവിടെ എത്തിയപ്പോൾ ഇത് ആദ്യക്കുട്ടൻ്റെ വാമമോൾ അവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇത് ജീൻസ് പാൻറ്റ് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ആദ്യക്കുട്ടൻ്റെയും വാമിമോളെയും പിറകെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ വാമിമോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആൾ ശരിക്കും അങ്ങ് ഒരു നടന്ന് ലെവലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരെ ബാക്കിൽ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും തട്ടോ മുട്ടോ ചെയ്തിട്ട് വീഴോ എന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷനിലാണ് ഞാനുണ്ടായത്. വാമിക്കുട്ടി ഇത് അച്ഛൻ്റെ അടുത്തെല്ലാം പോയി നോക്കുന്നുണ്ട്. അച്ഛൻ എന്നാ പരിപാടി എന്നെല്ലാം നോക്കിയിട്ട് ആളെന്നാ ചെയ്തതെന്നറിയാം. നേരെ അപ്പുറത്തേക്ക് പോയിട്ട് ഏട്ടനെടുക്കുന്ന പോലെ ഓരോ തുണിയായിട്ട് ഇങ്ങനെ വലിച്ചു കേട്ടാ. അപ്പം ഞാൻ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് കൊണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ഏട്ടനൊരു പാൻറ്റെല്ലാം വാങ്ങിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ലേഡീസ് സെക്ഷനിലേക്ക് കൂടിയാണ് കേട്ടോ പുറത്തേക്കുള്ള വഴി. അപ്പോൾ അതിലേ വരുമ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏതായാലും വന്നതല്ലേ ഒരു റീൽ എടുത്താലോ എന്ന് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞ് റീൽ അവിടെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എനിക്ക് അവിടെ നിന്ന് കാര്യമായിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സ് എടുത്തു എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷേ ഇവിടെ ഓൾറെഡി ടോപ്പ് ഉണ്ട് നമ്മളെ കടയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞ റീലും കൂടി എടുത്തിട്ട് അവിടെ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് ഏട്ടനൊരു പാൻറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാമിക്കുട്ടി ഇതേ വലിയ വലിയ ഡമ്മിയെല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇതാ മോളെ ആൻറ്റി ഉണ്ട്, മാമനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾ ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ചിക്കു ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വരുമ്പം തന്നെ ഏട്ടൻ നമുക്ക് പിസ്സ കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പിസ്സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് പൊതുവേ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഏട്ടൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യക്കുട്ടൻ ഇതുവരെ പിസ്സ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ പിസ്സ കഴിക്കാമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുമ്പോൾ ആദ്യക്കുട്ടൻ അവിടെ നിന്ന് പറഞ്ഞ് പിസ്സ വേണ്ട, ചിക്കു ഷേക്ക് മതിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാളിൽ നിന്ന് ഇതിന് മുമ്പ് ആദ്യക്കുട്ടൻ ചിക്കു ഷേക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ആദ്യക്കുട്ടൻ പറഞ്ഞു, വാവക്ക് പിസ്സ വേണ്ട, ചിക്കു ഷേക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളേതായാലും പിസ്സ ക്യാൻസലാക്കി കേട്ടോ. ചിക്കു ഷേക്ക് കഴിക്കാമെന്ന് പറഞ്ഞ്. വാമിമോക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് മതിയായി കേട്ടോ. ആൾക്ക് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആൾ കുഴപ്പമാക്കുന്നതുകൊണ്ട് ഏട്ടനിത് ജസ്റ്റ് എടുത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ആളിൽ വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ ചിക്കുഷേക്കെല്ലാം കുടിച്ച് ഇറങ്ങാനാകുമ്പോൾക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്. അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ആൾ വലിയ കുഴപ്പമൊന്നും ആക്കുന്നില്ല. നല്ല സുഖത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് അല്ലേ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് നമ്മുടെ വാമിക്കുട്ടിയാണ് ഇപ്പോൾ കുറച്ച് കുരുത്തക്കേടുള്ളത് കേട്ടോ. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ചിക്കു ഷേക്ക് ഇതാ വന്നിട്ടുണ്ട്. ഏട്ടൻ ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2 ഷേക്കും കൂടി വാങ്ങി എനിക്ക് ആദ്യക്കുട്ടനും. വാമിമോൾ ഇതെന്താ സംഭവം എന്നുള്ള അതിശയത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്.
അങ്ങനെ നമ്മളെ വാമിക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഷേക്ക് കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ അധികം തണുപ്പ് അങ്ങനെ കൊടുക്കുകയില്ല, കഫക്കെട്ടിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് തണുപ്പ് അങ്ങനെ ആക്കി കൊടുക്കലേ ഇല്ല. അപ്പോൾ ഇന്നത് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് കുടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വാമിക്കുട്ടി. ഞാൻ അവിടെ നിന്ന് ഒരു ലോക മണ്ടത്തരം ചെയ്തു ഗൈസ്. അപ്പോൾ എൻ്റെ മണ്ടത്തരം കണ്ടിട്ട് ഏട്ടനത് അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ് ഉണ്ടായത്. ഞാൻ വാമമോൾക്ക് സ്പൂണ് കുറച്ച് ലെങ്ത്ത് കുറവാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ടായിട്ടില്ലേ. അപ്പോൾ ഞാനത് സ്ട്രോ വെച്ച് ഒഴിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അതിൽ കുപ്പീൻ്റെ അപ്പുറത്തേക്കൂടെ എല്ലാം മറിഞ്ഞ് ആകെ നാശമായി. അപ്പോൾ അത് കണ്ടിട്ട് ഏട്ടൻ ഇത് തന്നെ കളിയാക്കിക്കൊണ്ടിരുന്നു കേട്ടോ. വരൂട്ടാ അച്ഛ വരൂടാ അച്ഛ വരൂന്ന്. അയ്യോ ഏട്ടന് കൊടുത്തു ഏട്ടൻ. അയ്യോ മാമിക്കുട്ടീൻ്റെ ഏട്ടന് കൊടുത്തു. ഇപ്പം വരും ഏട്ടൻ. ഏട്ടൻ ഇപ്പം വരൂ, നമുക്ക് നോക്കാലോ. ഏട്ടന് കൊടുത്തു ഏട്ടൻ. ഏട്ടന് കൊടുത്തു. ഏട്ട കൊടുത്തു. ഏട്ടാ ഏട്ടാ. അയ്യോ മാമിക്കുട്ടീൻ്റെ ഏട്ടന് കൊടുത്തു. അയ്യോ ഇതാ കേട്ടാ. ആദിമോന് എസ്കലേറ്റർ കണ്ടപ്പോൾ അതിൽ കയറാനൊരാഗ്രഹം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടൻ ആദിമോനെയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ മോളെ എടുത്തിട്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ഫാൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, എനിക്കൊരു നെയിൽ പോളിഷ് വാങ്ങാനാണ് വന്നത്. അപ്പോൾ ആദിമോനാണെങ്കിൽ അതും ഇതും വാങ്ങണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ രണ്ടാളെയും കൂടിയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ്. പിന്നെ അതിനിടയ്ക്ക് ഈ വീഡിയോ എടുക്കലും കൂടി ആകുമ്പോൾ ഒരു പണിയാവുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ. വാമിമോളും അവളെ കൊണ്ടാവുന്ന പോലെയെല്ലാം നമ്മളെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആക്കും ഇപ്പോൾ അത്യാവശ്യം വാശിയും കുറുമ്പെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഒരു നെയിൽ പോളിഷ് എടുത്തിട്ട് ബ്ലാക്ക് കളർ എടുത്തത്. ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബൈ 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 ബൈ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.